എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കാലത്ത് 10:50 അന്നമനട മാള റൂട്ടിൽ പുറക്കുളം ബസ് സ്റ്റോപ്പിന് സമീപം വളരെ ദുഃഖകരമായിട്ടൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. കൊരട്ടി സ്വദേശിയായിട്ടുള്ള ജിജു, റിച്ചാർഡ് എന്നാണ് ശരിക്കും പേര്, ജിജു കുരിശിങ്കൽ വീട്ടിൽ ജിജു 52 വയസ്സ് എന്നയാൾ ഈ പുറക്കുളം ബസ് സ്റ്റോപ്പിന് സമീപം ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്നും യാതൊരു കാരണവുമില്ലാതെ എടുത്തു ചാടുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ചത്, അന്നമനടയിൽ നിന്ന് തൃപ്രയാറിലേക്ക് പോകുന്ന ബസ്, ഈ ബസ് പുറക്കുളം ബസ് സ്റ്റോപ്പിലിറത്തി ഒരു യാത്രക്കാരിയെ എടുത്ത് വണ്ടി സ്റ്റാർട്ടായി പോണ സമയത്താണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആൾ വന്ന് ഈ ബസ്സിൽ നിന്ന് ചാടുകയാണ്. ആ ബസ്സിൻ്റെ 2 ഡോറുകളും തുറന്നു കിടക്കുന്നുണ്ട്. ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ബസ്സിൻ്റെ 2 ഡോറുകളും തുറന്നു കിടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അദ്ദേഹത്തെപ്പറ്റി അന്വേഷിച്ചറിയാൻ സാധിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ആദ്യം വാർക്കപ്പണിയായിരുന്നു. പക്ഷേ പിന്നീട് വാർക്കപ്പണി എന്നൊക്കെ മാറി ഇപ്പോൾ മേൽഡൂരം മറ്റു ഈ പലഹാരത്തിൻ്റെ വർക്കാണ്, പലഹാരത്തിൻ്റെ ചിപ്സ് മറ്റ് ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ചാടിയത്, ബസ്സിൽ നിന്ന് ചാടാനായിട്ട് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, എന്താ സംഭവം എന്ന് അറിയാൻ സാധിച്ചിട്ടില്ല. ഇവിടെ നിന്നും ഈ ചാടിയ ജിജു എന്ന് പറയുന്ന വ്യക്തിയെ മാള ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്കും അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയിരിക്കുകയാണ്. ഗുരുതരമായിട്ടുള്ള പരിക്കുകളുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്താണ് അദ്ദേഹത്തെ ഈ ചാടാനായിട്ടുള്ളൊരു ഇതിലേക്ക് എത്തിച്ചത്? കാരണം നമുക്ക് ആ വീഡിയോ കണ്ട് അറിയാം, യാതൊരു കുസലില്ലാണ്ട് നടന്നു വന്ന് ചാടുകയാണ്. ഡോറുകൾ തുറന്നു കിടക്കുന്നുണ്ട്. ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഡോറുകൾ അടയ്ക്കേണ്ടതാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോഴും കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ല. അയാളിങ്ങനെ ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ചാടുന്നുണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കൊരട്ടി സ്വദേശിയാണ് ജിജു, കുരിശിങ്കൽ വീട്ടിൽ ജിജു 52 വയസ്സ്. ഭാര്യയും മക്കളും ഉണ്ട് അദ്ദേഹത്തിന്.